ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണേ. അപ്പോൾ കുട്ടിക്ക് ഇന്ന് പൊറോട്ട മോർണിംഗ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പൊറോട്ടക്കുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. സോ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കടല വെച്ചിട്ടുള്ളൊരു ചെറിയ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കടലയ്ക്ക് വേണ്ടി അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറി വയ്ക്കുന്നത് കാണാം. ആദ്യം തന്നെ പാത്രം വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും സവാളയും ഇട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ സ്മാഷർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായി സ്മാഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ കൂടി ഒന്ന് ആഡ് ചെയ്യാം. നോർമൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് നമുക്ക് വണക്കിയെടുക്കാം ഇതിലേക്ക്. പിന്നെ നമ്മളിവിടെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല പകുതിയാക്കിയിട്ട് പകുതിനെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല കൂള് രൂപത്തിൽ കേട്ടോ. ഇതാ ഈ പരുവത്തിൽ നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബാലൻസ് കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രേവി ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ച് ചേർക്കുന്നത്. പിന്നെ ഒന്നാമത് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. പിന്നെ കടല കഴിക്കാത്ത മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി അത് വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളും. സോ ഇതാണ് ഫൈനൽ. അപ്പോൾ നന്നായി അത്യാവശ്യം വെള്ളം ഉപയോഗിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മല്ലിയിലയും കൂടി ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഉമ്മ അതിൻ്റെ ഇടയിൽ പൊറോട്ടയ്ക്കുള്ളതൊക്കെ തട്ടി വെച്ചിട്ടുണ്ട്. പരത്തി ചുട്ടെടുത്ത് നമ്മുടെ പണിയായി കഴിഞ്ഞു കേട്ടോ. ഗ്രേവി കറക്റ്റ് ഇതാണ് അത്യാവശ്യം ലെയർ വരുന്ന പൊറോട്ടയാണേ. ഇതുണ്ടോ, നന്നായി അത്ര എണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാവേ. അടിക്കുമ്പോൾ എത്ര ലെയർ കിട്ടുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ ഞാൻ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ടേ, കണ്ടില്ലേ, നല്ല ലെയർ വരുന്ന പൊറോട്ടയാണേ. ഇത് ഞാൻ ചെയ്തതല്ല, ഉമ്മ ചെയ്ത് വെച്ചതാണ്. ഉമ്മ ചെയ്ത അത്ര ലെയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പൊറോട്ടയും നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സാറ്റർഡേ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടിക്ക് കേട്ടോ. കുട്ടി കഴിക്കുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടറിയുന്നുണ്ടല്ലോ. പൊറോട്ട കൊടുത്താൽ എങ്ങനെയുണ്ടെങ്കിലും അവൻ കൈ കാണിക്കും. അവന് ഇഷ്ടമാണ് പൊറോട്ട. താങ്ക് യു.